ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇറാനെ ആക്രമിച്ചത് കൊണ്ടാണ് ഇറാൻ സയനിസ്റ്റുകളെ ആക്രമിച്ചത്. അല്ലാതെ സുന്നി മുസ്ലിങ്ങളോടോ ഫലസ്തീനികളോടോ സ്നേഹമുണ്ടായിട്ടല്ല. സ്നേഹമായിരുന്നു കാരണമെങ്കിൽ സയനിസ്റ്റുകൾ ഫലസ്തീൻ അധിനിവേശം നടത്തി അവിടെ അതിക്രൂരകൾ നടത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ നടക്കുന്നു. ഇറാൻ എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. നന്മ ചെയ്തിട്ടില്ല, ദോഷം ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഇറാൻ ദോഷം ചെയ്ത ഫലസ്തീനിൽ? ഹമാസ് തെറ്റായ രീതിയിൽ യുദ്ധം ചെയ്തു. യുദ്ധത്തിൻ്റെ ഷർത്തുകൾ പൂർത്തിയാക്കാതെ യുദ്ധം ചെയ്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സയനിസ്റ്റുകൾക്ക് പതിനായിരക്കണക്കിന് ഫലസ്തീനികളെ വധിക്കാൻ സാധിച്ചു. അപ്പോൾ ഹമാസിൻ്റെ യുദ്ധത്തെ ആരാ പ്രോത്സാഹിപ്പിക്കുന്നത്? റാഫിദി ഷിയാക്കളാണ്. അങ്ങനെ റാഫിദി ഷിയാക്കൾ ഹമാസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ യുദ്ധത്തിന് ഇവിടെ യുദ്ധത്തിൻ്റെ സാഹചര്യമല്ല, ഷർത്തുകൾ പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പലസ്തീനിൽ വൻ ദുരന്തം സംഭവിച്ചു. സയനിസ്റ്റുകൾക്ക് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു. അപ്പോൾ റാഫിദി ഷിയാക്കൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുക ചെയ്യുക. കാരണം എന്താ? പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ, കുട്ടികളടക്കം, പിഞ്ചു കുട്ടികളടക്കം വധിക്കപ്പെട്ടു. റാഫിദി ഷിയാക്കൾക്ക് സുന്നികൾ വധിക്കപ്പെട്ടാൽ അതിയായ സന്തോഷമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഇറാൻ ഫലസ്തീനിൽ നന്മയല്ല ചെയ്ത്, ദോഷമാണ് ചെയ്തത്. മറ്റൊന്ന്, ഈ റാഫിദി ഷിയാക്കൾ എന്താ ചെയ്യുക? ഇറാൻ എന്നുള്ള റാഫിദി ഷിയാക്കൾ ചെയ്യുന്ന എന്താ? ഫലസ്തീനിലും ഭക്ഷണങ്ങളും മറ്റും എത്തിക്കുന്നു, അവരെ സഹായിക്കുന്നു. അങ്ങനെ അവരുമായി ബന്ധം സ്ഥാപിച്ച് എന്ത് സംഭവിക്കുന്നു? സുന്നികളെ ഷിയാക്കളാക്കുകയാണ്. ഇതാണ് അവരുടെ ലക്ഷ്യം. റാഫിദി ഷിയാക്കളെക്കുറിച്ച് ഇപ്പം ഇങ്ങനെ വിശദമായി പറയാൻ കാരണം അവരാണ് ഏറ്റവും വലിയ അപകടം. അവരാണ് മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ അപകടം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഫലസ്തീനിൽ ഭക്ഷണം കൊടുത്ത് സഹായിക്കുന്നതൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ, അങ്ങനത്തെ പ്രവർത്തനങ്ങൾ അവരെ ഷിയ ആക്കി മാറ്റുകയാണ്, മതം മാറ്റാം. അതോടെ സുന്നി മുസ്ലിങ്ങൾ എന്ത് സംഭവിക്കും? നരകത്തിലേക്ക് പോകാൻ കാരണമാകും. ലബനീസ് റാഫിദി പുരോഹിതനും ഹിസ്ബുല്ലയുടെ സെക്രട്ടറി ജനറലുമായ ഹസൻ നസറുല്ല ഇറാനിയൻ റാഫിദി പുരോഹിതൻ മിർത്തജോഡിനിക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഫലസ്തീനിയൻ കാരണത്തിൻ്റെ തോളിൽ അൽ സറീഫ, സജ്ജാദിയ, ഇമാം ഹുസൈൻ, അഹ്ലുൽ ബൈത്ത്, ഇമാം ഖുമൈനി, ആയത്തുല്ല ഖമൈനി എന്നിവരെ സുന്നികളുടെ വീടുകളിലേക്ക് പ്രവേശിപ്പിക്കാനും കൊണ്ടുവരാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇത് ഫലസ്തീൻ്റെ കാരണം പറഞ്ഞിട്ട് ഇവർക്കൊക്കെ സുന്നികളുടെ വീടുകളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടെ നിന്ന് അവർ ഞങ്ങളോട് അടുക്കാനും ഞങ്ങളെ അവരുടെ സഹോദരന്മാരായി കണക്കാക്കാനും തുടങ്ങി. കണ്ടോ? ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ മതം തന്നെ മാറ്റുന്ന വലിയ അപകടം.